ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ രേഖാചിത്രം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫിലെ അനശ്വര രാജൻ തുടങ്ങിയവരെ പ്രധാന റോളുകളിൽ എത്തിച്ച ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ വേഷം കൂടി നാം കണ്ട ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ രേഖാചിത്രം. സിനിമാ ചിത്രത്തിന്റെ 8ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വ്യാഴാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 57 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 40 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ കേരളത്തിൽ 1,25 ലക്ഷത്തിന് മുകളിൽ സിനിമയ്ക്ക് കേരള ഗ്രോസ് ഉണ്ടെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് 1 കോടിയോളം രൂപ കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 16 കോടി കടന്ന് 16 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്ന് 3 കോടിയോളം രൂപ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 40 കോടിയിലേക്ക് രേഖാചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തുന്നതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിജയമായിട്ട് ആസിഫിലെ ചിത്രം രേഖാചിത്രം മറികടഞ്ഞിരിക്കുകയാണ്. പുതിയ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയതിന്റെ ചെറിയൊരു കളക്ഷൻ ഇടിവ് മാത്രമേ ഇന്ന് സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. എന്തായാലും അടുത്ത 2-3 ദിവസത്തെ കളക്ഷൻ കൂടി അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. 50 കോടിയിലേക്ക് കളക്ഷൻ കിടക്കുന്ന രേഖാചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.